സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ഒരു പാർലമെൻറ്റ് സ്പെഷ്യൽ ആക്ട് പ്രകാരം രൂപീകരിച്ചതാണ്. അതൊരു ഇൻഡിവിജ്വൽ ബോഡിയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോളിന് അത് ഫ്രീ ആണ്. ഫ്രീ എന്നതിലേക്ക് ഫുള്ളി ഫ്രീ അല്ല. അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ് ഇടപെടാറില്ല. പക്ഷേ അവർ പാർലമെൻറ്റായിട്ട് ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അവിടെ എന്ത് നടന്നാലും അവർ അപ്പോൾ പാർലമെൻറ്റിൽ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു കമ്പനി എന്ന് പറയുന്നത് അതും ഒരു സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വൽ പോലെ തന്നെയാണ്. അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വെറുതെ വെച്ചേക്കല്ല, അവർക്ക് ബിസിനസ് മാനേജ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും എക്സ്പീരിയൻസും അവർക്ക് ഉണ്ട്. ഇനി അടുത്തത് മെറിറ്റ്സ്. ആദ്യത്തേത് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അവർ പ്രൊഫഷണൽസിനെയാണ് അവർ വെക്കുന്നത്. പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നന്നായിട്ട് അവർക്കറിയാം. അതിൻ്റെ എല്ലാ വശങ്ങളും അവർ നന്നായിട്ട് അറിയാം. ഓക്കെ, ഇനി ഇൻറ്റേർണൽ ഓട്ടോണമി. ഇൻറ്റേർണൽ ഓട്ടോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്, എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്, ഓരോരുത്തരുടെ ജോലി എന്താണ്, അവർ എത്ര പേരുണ്ട്, എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഇടപെടില്ല. അതുകൊണ്ട് അവർക്ക് കുറച്ച് ഫ്രീഡം ഉണ്ട്. റെസ്പോൺസിബിൾ ടു ദ പാർലമെൻറ്റ്. ഓക്കെ, പാർലമെൻറ്റിന് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. കാരണം എന്നാലേ പാർലമെൻറ്റിന് അത് നല്ല രീതിയിലാണോ നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫ്ലെക്സിബിളാണ്. കാരണം ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും അധികം ഇടപെടാത്തത് കൊണ്ട് കുറച്ചും കൂടെ ഡൈനാമിക്കാണ്, ഫ്ലെക്സിബിളാണ്. അതായത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഫങ്ഷനിങ്ങിനൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇനി ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഉണ്ട്, പൂർണ്ണമായിട്ടും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുറത്തത്തെ കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ട്. റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും നമുക്ക് പാർലമെൻറ്റിൻ്റെ അനുവാദം അല്ലെങ്കിൽ റൈറ്റ് വേണം. അപ്പോൾ അത് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് തീരുമാനമെടുക്കാൻ പറ്റില്ല. ഇഗ്നോറിങ് കമേഴ്ഷ്യൽ അപ്രോച്ച്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ കുറവായിരിക്കും.